സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും ശക്തമായ പോളിംഗ്. വയനാട്ടിൽ ഇതുവരെ 62.37% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് വിവരം. ചേലക്കരയിലും പോളിംഗ് 70%-ലേക്ക് എത്തി. വൈകിട്ട് 6 മണിവരെയായിരുന്നു പോളിംഗ്. പലയിടത്തും പോളിംഗ് തുടരുന്നുണ്ട്. വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് ആനന്ദപുത്തൂരും വയനാട് ചൂരൽമലയിൽ നിന്ന് അർജുൻ PS ചേരുന്നു. ആദ്യം അർജുനിലേക്ക്. അർജുൻ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന പോളിംഗ് ശതമാന കണക്കുകൾ പ്രകാരമാണ്. തീർച്ചയായും 62% ഇപ്പോൾ ഒടുവിലായി നമുക്ക് കിട്ടുന്ന പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണ ഇത് 73%. ഇത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി മുന്നണികളെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക UDF-നും അതുപോലെ തന്നെ LDF-നും ഉണ്ട്. അതായത് ഒരു ഭരണവിരുദ്ധ വികാരം, കേരള സർക്കാരിനെതിരെയുള്ള ഒരു വികാരം, അല്ലെങ്കിൽ കഴിഞ്ഞ എം പിക്കെതിരെയുള്ള ഒരു വികാരമായിട്ടാണ് NDA കണക്കുകൂട്ടുന്നത്. എന്നിരുന്നാൽ തന്നെയും NDAയുടെ സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ഉണ്ട്, നവ്യ ഹരിദാസ് ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പോളിംഗ് ചെറിയൊരു കുറവാണ് കാണിക്കുന്നത്. അത് വലിയ രീതിയിൽ NDAക്ക് ഗുണം ചെയ്യുമോ? അതെ, 6 മണിയോട് അടുക്കുന്ന സമയത്ത് വെറും 62% മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ടുകൾ മുഴുവനും കാസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണുള്ളത്. വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതെ, BJPയുടെ ഒക്കെ വോട്ടുകൾ കൃത്യമായി തന്നെ ഇവിടെ വീണിട്ടുണ്ടോ, പെട്ടിൽ വീണിട്ടുണ്ടോ തന്നെയാണോ? അതെ, വീണിട്ടുണ്ട്. ഞാൻ നിരവധി പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ വോട്ടിംഗ് ഷെയറിൽ. ഇവിടെ സംഭവിച്ചിരിക്കുന്ന UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള വോട്ടിൽ ചോർച്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. LDF-ന്റെ പോളിംഗ് സ്റ്റേഷനുകളിൽ തന്നെ പ്രവർത്തകരുടെ അഭാവം തന്നെ ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. UDF-ന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് വോട്ട് ഷെയർ വളരെ കുറഞ്ഞിട്ടുമുണ്ട്. തീർച്ചയായും ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സംഭവിച്ച 3 മാസം കഴിഞ്ഞു. അപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ്, വീണ്ടും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തായിരുന്നു അനുഭവം? അവിടെ തീർത്തും MP-ക്കെതിരായിട്ടുള്ള ഒരു ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ട്. അത് UDF-നെതിരായിട്ടുള്ള ഒരു ജനവികാരം തന്നെയാണ്. മുണ്ടക്കൈ സ്പെഷ്യൽ ബൂത്ത് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു. അവിടെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വോട്ട് വണ്ടി എന്ന പേരിൽ KSRTC സർവീസ് വെച്ചതുകൊണ്ട്, ആ ഒരു വാഹനം ഉള്ളത് കൊണ്ട് മാത്രം അവർ വന്ന് ചെയ്തു എന്നുള്ള നിലയ്ക്കാണ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്, പ്രശാന്ത് മലവേലുണ്ട്. എന്താണ് ജില്ലാ ഘടകത്തിന്റെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളുടെ സ്ഥാനാർത്ഥി ശ്രീമതി നവ്യ ഹരിദാസ് പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ഒരു വിമുഖത കാണിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിനോടൊരു വിമുഖത കാണിച്ചിട്ടുണ്ട് വയനാട്ടിലെ വോട്ടർമാർ. അതിൻ്റെ ഒരു കാരണം ഒരു അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം വയനാട്ടിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത ആൾ ഈ നാടിനെ വഞ്ചിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഉപതെരഞ്ഞെടുപ്പിനോട് ആളുകൾ വിമുഖത കാണിച്ചിട്ടുണ്ട്. അത് വോട്ടിങ്ങിൽ കാണുന്നുണ്ട്. ഈ ശതമാനം കുറഞ്ഞത് BJPക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. BJPയെ സംബന്ധിച്ച് BJPയുടെ വോട്ടുകൾ പോൾ ചെയ്യാൻ BJPയുടെ ലീഡേഴ്സിന് നന്നായിട്ട് അറിയാം. അതിൻ്റെ കൃത്യമായിട്ടുള്ള പണികൾ ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്യിച്ചിട്ടുണ്ട്. BJPക്ക് അപ്പുറം BJP അനുഭാവികളെ കൂടി ഞങ്ങൾ കൃത്യമായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. LDF-ന്റെ വോട്ട് ഏത് തരത്തിലേക്ക് പോകുമെന്നാണ് കരുതുന്നത്? ഇടതുപക്ഷത്തിൻ്റെ വോട്ടിനെ കുറിച്ചാണ് ഞങ്ങൾക്കെല്ലാം ആശങ്കയുള്ളത്. അവരെ സംബന്ധിച്ച് അവർ തുടക്കത്തിൽ തന്നെ പ്രചരണത്തിലുമില്ല. അതിനുശേഷം നിരവധിയായിട്ടുള്ള ബൂത്ത് സമ്പർക്കം, വീട് സമ്പർക്കം, അതുപോലെ തന്നെ റോട്ടിലെ പ്രചരണ പരിപാടികൾ, ഇതിലൊന്നും അവരുടെ സാന്നിധ്യം കാണില്ല. ഞങ്ങൾ വിചാരിച്ചു അവസാനം പോളിംഗ് ബൂത്തിൽ അത് പ്രതിഫലിക്കില്ല, അല്ലെങ്കിൽ അവരത് പോളിംഗ് ബൂത്തിൽ അത് തരണം ചെയ്യുമായിരിക്കും. നോക്കുമ്പോൾ പോളിംഗ് ബൂത്തിൽ പോലും അവരുടെ ആളുകൾ ഇരിക്കാനില്ല. പോളിംഗ് ബൂത്തിൻ്റെ ഉള്ളിൽ ആളുകളില്ല, പുറത്ത് ആളുകളില്ലാത്തൊരു സാഹചര്യം. അത് വലിയൊരു ഒരു വഴിത്തിരിവിലേക്ക് മാറും. പ്രത്യേകിച്ച് വയനാട്ടിലത് വലിയൊരു മാറ്റമുണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും NDA നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. ഒറ്റ കക്ഷിയായി നിന്നുകൊണ്ടാണ് UDF LDF ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF-ന്റെ ഈ വോട്ടുകൾ UDF-ലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നത് പരമാവധി വോട്ടുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വോട്ടുകൾ ചെയ്യാൻ ആളുകൾ വന്നിട്ടില്ല. കാരണം സത്യൻ മൊകേരി ഇവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഞങ്ങൾ മത്സരിക്കുന്നത് BJPക്ക് എങ്ങാനും ഗുണം കിട്ടിയാലോ എന്നുള്ളത് പേടിച്ചിട്ട് മാത്രമാണ്. അല്ലാതെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നതല്ല, ഇന്ത്യ മുന്നണിക്കെതിരെ മത്സരിക്കുന്നതല്ല. പക്ഷേ അതിൻ്റെ ഗുണം BJPക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ തവണ ആനിരാജ് പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാതിരായിരുന്നു, അത് ആനമണ്ടത്തരമായി പോയി എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജനങ്ങൾ, ഇടതുപക്ഷത്തോട് അനുഭാവം പുലർത്തുന്ന ജനങ്ങൾ മുഴുവൻ അത് അവരെ ഉൾക്കൊണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവരോട് സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള ഒരു ബോധം ഇവിടുത്തെ വോട്ടർമാർക്ക്, ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വോട്ടർമാർക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് NDAയുടെയും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയുടെയും വിലയിരുത്തൽ, BJPയുടെയും വിലയിരുത്തൽ അത്തരത്തിൽ തന്നെയാണ്. തങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇത് തികച്ചും തിരിച്ചടിയാകുന്നത് LDFനും UDFനുമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റ മുന്നണിയായി, അതായത് UDFുമായി കക്ഷി ചേർന്നുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് NDAയുടെ പ്രധാന ആരോപണമായിട്ടുള്ളത്. സത്യം മൊകേരി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളോ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി. അതുപോലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ ചെന്നപ്പോഴും NDAയുടെ ആക്ഷേപം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടിയിലെ പോലെ തന്നെ ആ പോളിംഗ് ബൂത്തിലും ഈ CPIക്കാരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള LDF പ്രവർത്തകരെയും കാണാനില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ LDFന്റെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മാത്രമല്ല LDF പകുതി പേര് വോട്ട് ചെയ്തിട്ടുണ്ടോ, പലരും വോട്ട് ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണെന്നുള്ള ഒരു ആരോപണം കൂടി NDA ഉന്നയിക്കുന്നുണ്ട്. എന്തിനാ തന്നെയും വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ചർച്ചകൾ നടക്കും. അവസാനം റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ വലിയ ശുഭപ്രതീക്ഷയിലാണ് NDA ക്യാമ്പുള്ളത്. വലിയ ഒരു ശുഭപ്രതീക്ഷ തന്നെ, അതായത് മികച്ച ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് NDA ക്യാമ്പ്. ശരി അർജുൻ.